ഭാരതീയ ജനതാ പാർട്ടി ഇലക്ഷൻ കമ്മിറ്റിയല്ല, BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് തന്നെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും കിട്ടിയതെന്ന് അറിയുന്നു. അതുമായി ബന്ധപ്പെട്ട വഴക്ക് BJPയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വളരെ രൂക്ഷമായ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവർ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ പണം എത്ര കിട്ടും, അതെങ്ങനെ പങ്കുവെക്കും, അത് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് നേരത്തെ കൂട്ടി ആലോചിക്കാൻ വേണ്ടിയാണ് ഓഫീസ് തുടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സാധാരണ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അതിപ്പോൾ പാർട്ടികളുടെ അധികാരമാണ് മുൻകൂട്ടി തീരുമാനിക്കുക. പാർട്ടി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുടങ്ങുക, അതൊക്കെ ഇലക്ഷൻ്റെ ചിലവിൽ വരും. അപ്പോൾ അതാണ് നിയമം, മാനദണ്ഡം, ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമില്ല. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ചിലവാണ്. ആ ചിലവ് എന്താണ്? സ്ഥാനാർത്ഥിൻ്റെ ചിലവിൽപ്പെടും. ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥാനാർത്ഥി ആയതിനു ശേഷമാണ് ആ കണക്ക് വരും. അപ്പം അതിനൊക്കെ മറികടക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി. 2 കോടിക്കണക്കിന് രൂപ ഇതിനോടകം A+ മണ്ഡലങ്ങളായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ പങ്കുവെക്കാനും അത് ആർക്കൊക്കെ നൽകണം, എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നതിനെ കുറിച്ച് ഇലക്ഷന് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ. അപ്പോൾ മുൻകൂട്ടി ആലോചിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കിട്ടിയ കോടികളുടെ കണക്ക് തമ്മിൽ അവിടെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നടന്നുകൊണ്ടിരിക്കുക. പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിനൊക്കെ പരാതി പോയിരിക്കുക. കോടിക്കണക്കിന് രൂപ വെട്ടിപ്പ് നടത്തി എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ BJP സ്ഥാനാർത്ഥിയാകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കിട്ടുന്ന കോടിക്കണക്കിന് രൂപ അത് അക്കൗണ്ട് തുറക്കും പറഞ്ഞാൽ എന്താ അറിയോ? ജയിച്ചിട്ട് MP ആയിട്ടുള്ള അക്കൗണ്ടല്ല, അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു കേന്ദ്രത്തിൽ വരുന്ന ഫണ്ട് കിട്ടാനുള്ള അക്കൗണ്ട് തുറക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി കുപ്പായിട്ട് ഒരാൾ ഫണ്ടൊക്കെ അക്കൗണ്ടൊക്കെ തുറന്നിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പേരിലാണോ ബിനാമികളുടെ പേരിലാണോ എന്ന് മാത്രം അന്വേഷിക്കണ്ടു. പാർട്ടിയിൽ ഈ കാര്യമൊക്കെ വളരെ സജീവമായ ചർച്ചയാണ്. സ്ഥാനാർത്ഥിയാകുന്നത് ജയിക്കാനല്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്, കോടിക്കണക്കിന് രൂപ തിരിമറി ചെയ്യാനാണ് എന്ന് വളരെ വ്യക്തമാണ്. അതാണ് തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പേ തന്നെ ഓഫീസൊക്കെ തുറന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഒരാൾ പാലക്കാട് MLA ഓഫീസ് തുറന്നല്ലോ, മറന്നോ നിങ്ങൾ? റിസൾട്ട് വരുന്നതിന് മുമ്പ് MLA ഓഫീസ് തുറന്ന ആൾക്കാരാണ് പാലക്കാട്. അപ്പോൾ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുറക്കുക. പക്ഷേ ഇതിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണ്? ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വേണം കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ. കേന്ദ്രം പറഞ്ഞാൽ BJPയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് പണം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. പണം കൊടുത്ത് സീറ്റ് കിട്ടും, സീറ്റ് കിട്ടിയാൽ പണം കൊടുത്ത് ജയിക്കാം എന്നുള്ള അബദ്ധ ധാരണയിൽ പാലക്കാട്ട് ഏതാനും ചില നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ BJPയുടെ സാധാരണ പ്രവർത്തകരൊന്നും ഇതിന് അനുകൂലമല്ല എന്നാണ് കേട്ടത്. അവരതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് പണിതതിൻ്റെ കോടികളുടെ ക്രമക്കേട് വലിയ ആരോപണമായിട്ട് നിൽക്കുമ്പോഴാണ് ഇലക്ഷന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നു. പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ആയിട്ട് സ്വയം അഭിനയിക്കുന്നു. കോടിക്കണക്കിന് രൂപ ഫണ്ട് കേന്ദ്ര BJP നേതൃത്വത്തിന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം പാലക്കാട് ശക്തമായി നടന്നുകൊണ്ടിരിക്കും. ആർക്ക്? സപ്ലൈകോ പക്ഷേ ഇവിടെ നിന്ന് കൃത്യമായ കണക്കുകൾ നൽകിയിട്ടില്ല. സപ്ലൈകോ തന്നെ സമ്മതിക്കുന്നുണ്ട്. കണക്കുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണക്ക് കൃത്യമായി കൈമാറുന്ന മുറയ്ക്ക് പണം നൽകുന്ന കേന്ദ്രവും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണത് കേന്ദ്ര സർക്കാർ നൽകാത്തത്? ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലെന്ന് സമ്മതിച്ചല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അല്ല, അവർ നേരത്തെ വന്നപ്പോഴും പറഞ്ഞതാണ്. മീനാക്ഷിയിലേക്ക് ഉൾപ്പെടെ കൃഷിമന്ത്രി ഉൾപ്പെടെ വന്ന സമയത്തും പറഞ്ഞതാണ്. ഇവർ പറയുന്നത് തങ്ങൾ കൃത്യമായിട്ട് നൽകുന്നുണ്ടെന്ന് അവരവരുടെ കണക്ക് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ പത്രങ്ങളും വ്യാജ കണക്കാണ്. പാർലമെൻറ്റിനെ പോലും നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെൻറ്റിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കുക, ആളുകളെ വിഡ്ഢികളാക്കുക. കുറച്ച് പേരത് വിശ്വസിക്കും. യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല. ഇതുവരെയും കൊടുത്തു, അത് വക മാറ്റി ചെലവഴിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. ഏതാ? അരി സംഭരിച്ചതിൻ്റെ തുക കേന്ദ്രം നൽകി അത് തിരിമറി ചെയ്തെന്ന V. മുരളീധരൻ പറഞ്ഞു. മീനാക്ഷിയിലേക്ക് വന്ന് പറഞ്ഞ അതല്ല. എന്താ പറഞ്ഞത്? ഭാരത് മാതാക്ക് ജയ് വിളിക്കാത്തവർ പുറത്തു പോകാനാണ് പറഞ്ഞത്.
കണക്കിൻ്റെ കാര്യം അറിയില്ല. ഞാൻ വായിച്ച വാർത്തത്തിൽ എന്താ അറിയോ, ഹോളിൽ നിന്ന് പുറത്തു പോകാനാണ് പറഞ്ഞു. അവർ വിളിക്കണ മുദ്രാവാക്യം വിളിച്ചില്ലെങ്കിൽ ഹോളിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അത് കണ്ടോ? അല്ലാതെ ഈ കണക്ക് അവർ തമ്മിൽ എന്താ ബന്ധം? മീനാക്ഷി ലേഖിയേത വകുപ്പ് അവർക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധം ഉണ്ടോ? അവർക്കൊരു ബന്ധമില്ല. ബന്ധമുള്ള നിർമ്മല സീതാരാമൻ നുണയാണ് പാർലമെൻറ്റിൽ പോലും പറഞ്ഞത്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്രം നൽകിയിട്ടില്ല, സംസ്ഥാനം നൽകിയിട്ടില്ല. പാവപ്പെട്ട കർഷകർ ഇതിന് എന്ത് വില കൊടുക്കണം? ആ കർഷകൻ ഉൽപ്പാദിപ്പിച്ച നെല്ല് കൊണ്ടുപോയി അരിയാക്കി ആ കർഷകൻ്റെ മുഖത്ത് തന്നെ കൊണ്ട് വിതരണം ചെയ്യുക, എന്നിട്ട് കാശ് പോക്കറ്റിൽ കഴിക്കുക. ഇതെന്ത് മര്യാദയാണ്?